ഹലോ, നമസ്കാരം. ഒരടിപൊളി ഗംഭീര ഉഷാറ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലൊരു വെബ് സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം, അതിപ്പോൾ ഏത് വെബ് സീരീസോ ആയിക്കോട്ടെ കേട്ടോ, അത്തരത്തിലൊരു വെബ് സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണാത്ത ആളുകൾ കണ്ടവരോട് ആ വെബ് സീരീസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് തരത്തിൽ പറയാനാണ് സാധ്യത? ഏറ്റവും ആദ്യം ഏത് രീതിയിൽ പറയാനാണ് സാധ്യത? ആദ്യത്തെ ഒരു എപ്പിസോഡ് കണ്ടു, അല്ലെങ്കിൽ ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടപടാന്ന് കണ്ട് തീർത്തു. അതായത് ഒറ്റയടിക്ക് ആ സീരീസ് അങ്ങോട്ട് കണ്ട് തീർത്തു എന്നല്ലേ? സെയിം കാര്യമാണ് എനിക്ക് കേരള ക്രൈം ഫയൽസ് സീസൺ 2 കേസിൽ പറയാനുള്ളത്. ഒറ്റയടിക്ക് കണ്ടു തീർത്തു. 6 എപ്പിസോഡുണ്ട്. 6ഉം അതങ്ങനെയാണ്. അത് വെബ് സീരീസിൻ്റെ ഒരു മാജിക്കാണ്. 1-2 എപ്പിസോഡൊക്കെ കണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അടിപൊളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷമയുണ്ടാവില്ല കാത്തിരിക്കാൻ. അടുത്ത ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് കാണാമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ക്ഷമയുണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ അടുത്ത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. നമ്മളത് എങ്ങനെയെങ്കിലും ഫുള്ള് കണ്ട് അങ്ങോട്ട് തീർക്കും. അങ്ങനെ കണ്ടു തീർത്ത മറ്റൊരു സീരീസാണ് സീസൺ 2. ഇത്ര എനിക്ക് ഈ ഒരു സീസൺ 2 കുറിച്ചിട്ട് സിമ്പിളായിട്ട് ചുരുക്കത്തിൽ ഒപ്പീനിയനായിട്ട് പറയാനുള്ളൂ. അടിപൊളി, ഗംഭീര എഴുത്ത്, ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രില്യൻ മാൻ. കിഷ്കിന്താകാന്ഡത്തിൻ്റെ എഴുതിയ പുള്ളി തന്നെയാണ് ഇതും എഴുതിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കിഷ്കിന്താകാന്ഡം എന്താ റേഞ്ച്, എന്ത് ജാതി റേഞ്ച് എഴുത്താണത് മോനെ. അത് ജാതി ഹിറ്റിലേക്ക് പോയി. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ് അത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് അയാൾ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ അത്ഭുതമില്ല. അടിപൊളി എഴുത്ത്. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എഴുതിയത് ബാഹുൽ രമേശ്, ഡയറക്റ്റ് ചെയ്തത് അഹമ്മദ് കബീർ. കലക്കി. സീസൺ 1 കണ്ടിട്ടുള്ള ആളുകൾ എന്തായാലും സീസൺ 2 കാണും. 1 ഗംഭീരമായിരുന്നല്ലോ. സോ രണ്ടാമത്തെ ഇറങ്ങുന്ന സമയത്ത് അത് ഗംഭീരം ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ട് ആളുകൾ എന്തായാലും കാണും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം റിവ്യൂവിനൊന്നും വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നു തോന്നുന്നില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. എളുപ്പമാണല്ലോ, തിയേറ്ററിലേക്കൊന്നും പോകണ്ട, ഫോണിൽ തന്നെ ഇരുന്ന് കാണുകയും ചെയ്യാം. സോ ഈസിയാണ്. സോ ആളുകൾ രണ്ടാമത്തെ സുഖമായിട്ടിരുന്ന് കണ്ടു തീർക്കും. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. വെബ് സീരീസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. നല്ല കഴിവ് വേണം, നല്ല മിടുക്ക് വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ് സിനിമ ചെയ്യാനാണെന്നുണ്ടെങ്കിലും വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് വേണം. പക്ഷേ വെബ് സീരീസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫാക്ടർ എക്സ്ട്രാ എനിക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് വെബ് സീരീസിൻ്റെ കേസിൽ ആദ്യത്തെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ആദ്യത്തെ 2 എപ്പിസോഡൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ആ വെബ് സീരീസിൻ്റെ കാര്യം തീരുമാനമായി. അത് കുപ്പത്തൊട്ടിയിൽ പോയിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും. ആദ്യത്തെ 2 തന്നെ തീരുമാനമാവും എന്നുള്ളതാണ്, മോശമാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഗംഭീരമാവണമെന്നുണ്ടെങ്കിൽ ആ എഴുത്തിൻ്റെയും എടുത്തു വെച്ച രീതിയുടെയും ആ ബ്രില്യൻസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു 6 എപ്പിസോഡ് അല്ലെങ്കിൽ 10 എപ്പിസോഡ് 16 എപ്പിസോഡാണെങ്കിലും അത് ഉഷാറാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 എപ്പിസോഡിൽ തീരുമാനമായിട്ട് ആൾക്കാർ അത് കണ്ടു തീർത്തിട്ട് പിന്നെ ബാക്ക് അടിക്കുന്നുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. മോശമാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും പോകണ്ട, 3 എപ്പിസോഡ് കിടക്കില്ല. മാക്സിമം അത് മോശമാണ്, ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ 3 നോക്കും, എങ്ങനെയുണ്ട്, റെഡിയാവും, തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. 3 അപ്പുറം പോവില്ല. 3 തന്നെ ആൾക്കാർ ആഡി എന്ന് പറഞ്ഞിട്ട് എടുത്ത് എറിയും. സോ ഒരു എക്സ്ട്രാ ഫാക്ടർ ഞാൻ ആഡ് ചെയ്യാണ് വെബ് സീരീസിൻ്റെ കേസിൽ. കഴിവ് വേണം, അത്യാവശ്യം നല്ല മിട്ടുക്ക് ആക്ച്വലി വേണം. ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക വെബ് സീരീസിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, വെബ് സീരീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അത് ഒരു എക്സ്ട്രാ സാധനം വേണം, ഇല്ലെങ്കിൽ കാര്യമില്ല, ഇല്ലെങ്കിൽ വേസ്റ്റാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ കണ്ട വെബ് സീരീസുകൾ, എനിക്ക് ഇഷ്ടമുള്ള വെബ് സീരീസുകൾ പറയുകയാണെങ്കിൽ മിർസാപൂർ ഞാൻ ഒറ്റയടിക്ക് കണ്ടു തീർത്തതാണ്. സീസൺ 1 ഒക്കെ ഒറ്റയടിക്ക് കണ്ടു തീർത്താണ്. ഗംഭീര സാധനമായിരുന്നു അത്. പക്ഷേ ഏറ്റവും അവസാനം കൊണ്ടായിട്ട് അവർ കലട്ട് ഉടച്ചു, അലമ്പായിരുന്നു. ഞാനത് മുഴുവിപ്പിക്ക് പോയിട്ട് ആദ്യത്തെ ഒരു എപ്പിസോഡ് എങ്ങാണ്ടോ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ നിർത്തി, മടുപ്പായി. എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, ഞാൻ വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, വെബ് സീരീസിൻ്റെ കേസിൽ അതാ. ആദ്യത്തെ ഇറങ്ങിയ മിർസാപൂർ ഗംഭീരമായിരുന്നു. നമ്മൾ ഒറ്റയടിക്ക് കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രില്യൻസാണ്, എഴുത്തിൻ്റെയും ഡയറക്ഷൻ്റെ ഒക്കെ ഒരു ബ്രില്യൻസാണ്. പക്ഷേ പിന്നൊരു സാധനം വരുന്ന സമയത്ത് അത് മോശം ആയതുകൊണ്ട് തന്നെ അധികം നമുക്കത് കണ്ട് തുടങ്ങിയിട്ട് കുറച്ചുപോലും കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതെയായിപ്പോയി.
സാക്രഡ് ഗെയിംസ് അതുപോലെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കിടിലനാണ്, അത് ഗംഭീരമായിരുന്നു. പക്ഷെ അതും അവസാനം കാലത്ത് ഉടച്ചു, ഫ്ലോപ്പായി, തല്ലിപ്പൊളിയാക്കി വിട്ടു. പിന്നെ വേറെ സാധനമുണ്ട് ഇൻസൈഡ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട്, അതും അടിപൊളി സാധനമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെബ് സീരീസ് പറഞ്ഞാൽ അങ്ങനെയാണ്. കിട്ടും സ്ക്രിപ്റ്റും കഴിവുള്ളവൻ അത് ചെയ്യുകയാണ്, കഴിവുള്ളവൻ ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ചിലപ്പോൾ പാളിക്കുന്നുണ്ടാവും. പക്ഷെ ആദ്യത്തെ 1-2 സീസണൊക്കെ പറപ്പിക്കുന്നുണ്ട് പലരും, അടിപൊളിയായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്തു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇരിക്കപ്പുറത്ത് തരില്ല എന്നൊക്കെ പറയില്ലേ, ഇരിക്കപ്പുറത്ത് തരില്ല, നമുക്ക് കണ്ടു തീർക്കാതെ ഇരിക്കപ്പുറത്ത് തരില്ല. നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി കൂട്ടിയിട്ട് നമ്മളിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എപ്പിസോഡ് 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ 1000 ബേബീസ്, അയ്യോ എടുത്ത് പറയേണ്ട സാധനം, കിണ്ണം കാച്ചിയ സാധനം, ജാതി സാധനമായിരുന്നു അത്. 1000 ബേബീസ് കിട്ടു സാധനം എന്ന് പറഞ്ഞാൽ കിട്ടു സാധനം. അതാണ് വെബ് സീരീസ് എന്ന് പറയുന്നത്, ഒരു മാജിക്കാണ്. ഒരു കഴിവുള്ള എഴുത്തുകാരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു കഴിവുള്ള ഡയറക്ടറിൻ്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വെബ് സീരീസ് ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മലയാളത്തിൽ ഒരുപാടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ നല്ല കിടിലൻ ആശയങ്ങളും എഴുതാൻ കഴിവുള്ളവരും ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ മറ്റേതിലില്ല എന്നല്ല പറയുന്നത്, പക്ഷെ മലയാളത്തിലുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ. അപ്പം ഒരു ഗംഭീര സിനിമ പിടിച്ചാലും രസമാണ്, പക്ഷെ ഒരു ഗംഭീര സിനിമ പിടിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി ഒരു ഗംഭീര വെബ് സീരീസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒരു മാജിക് തന്നെ കാണിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ജാതി എഴുത്തും എങ്ങനെ മേക്കിംഗ് ആണ്. ഇപ്പം ഈ ഒരു സീരീസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ എന്ത് രസം അങ്ങനെ കണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളൊക്കെ ഓൾറെഡി ക്യൂരിയോസിറ്റി കൂട്ടുന്ന സാധനമാണ് ആ ഒരു ജോണർ പരിപാടികൾ. അപ്പം അതിൻ്റെ എഴുത്തും ഡയലോഗ്സും മേക്കിങ്ങും എല്ലാം കൂടി അടിപൊളിയാവുന്ന സമയത്ത് പ്രേക്ഷകനെങ്ങനെ ഇരിക്കും. പ്രേക്ഷകനെ ഇരുത്തുകയാണ്, ഇരിക്കുന്നല്ല ഞാൻ പറയുന്നത്, പ്രേക്ഷകനെ ഈ എഴുത്തുകാരും ഡയറക്ടേഴ്സും ഇരുത്തുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അതാണ് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ കൂടുതൽ പറഞ്ഞു പോവാണ്. പിന്നെ ഈ സീസൺ 2 ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ദ്രൻ സേട്ടൻ നമ്മളെ എന്താ അഭിനയം, കിട്ടു ക്യാരക്ടർ കിട്ടുമായിട്ട് മൂപ്പര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ചേട്ടൻ അടിപൊളി. മറ്റേ ആഭ്യന്തര കുറ്റവാളിയിൽ തന്നെ എനിക്ക് പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര ആക്ടറാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്താണെങ്കിലും നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ എന്ന് പറയുന്ന അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. പുള്ളി കറക്റ്റ് കേട്ടോ, കറക്റ്റ് ഒരു പോലീസ്. നല്ല ബുക്ക്, അടിപൊളി ബോഡി ലാംഗ്വേജ്, ഡയലോഗ് പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ സിറാജ്, മറ്റേ RDXലൊക്കെ ഉള്ള പുള്ളിക്കാരൻ, ആ ചങ്ങാതി ഈ സീരീസിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് 44 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു സീനുണ്ട്, പട്ടിയെക്കുറിച്ച് പറയുന്ന സാധനം. അതെന്തൊരു ഡയലോഗ് പ്രസൻറ്റേഷനാണ് പുള്ളിയുടെ. നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് വിഷമമില്ല, എന്താ പറയുക, അത് കിടിലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനം പ്രസൻറ്റ് ചെയ്തൊരു സാധനം. കിടിലൻ ആക്ടറാണ് പുള്ളി, അടിപൊളി ആക്ടറാണ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല, പക്ഷെ വന്ന സാധനം വളരെ വൃത്തിക്ക് ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലാല് വൃത്തിക്ക് ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. പിന്നെ 100-നുണ്ട് അർജുൻ രാധാകൃഷ്ണൻ്റെ ഭാര്യയായിട്ട്, അവരും കുറച്ചേ ഉള്ളൂ, കൂടുതലും പെർഫോം ചെയ്യാനൊന്നുമില്ല, ഉള്ളത് ചെയ്ത് വെച്ച്. അപ്പോൾ ഇത്ര ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. അടിപൊളി സാധനം, കാലക്കം സാധനം, കേരള ക്രൈം ഫയൽസ് സീസൺ 2. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണും, നിരാശപ്പെടുത്തില്ല. സീസൺ 1 നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സീസൺ 2 നിങ്ങളെ ഒരു കാരണവശാലും നിരാശപ്പെടുത്താൻ പോകുന്നില്ല. കാരണം ക്വാളിറ്റി സാധനം, വൃത്തിക്കുള്ള സാധനം. അപ്പോൾ ഏതായാലും കാണും. ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മണിയേക്കണ്ണടിക്കൂ. പിന്നെ എൻ്റെ വക കുറച്ച് സജഷൻസ് ഞാൻ തരാം. കാണാത്ത ആൾക്കാർ മിർസാപൂർ നിങ്ങൾ കാണും കേട്ടോ. മിർസാപൂർ, ഇൻസൈഡ് എഡ്ജ്, പിന്നെ സാക്രഡ് ഗെയിംസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് കാണും. 1000 ബേബീസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് കാണും. ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടിൽ അടിപൊളി സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ വേറെ കുറേയൊക്കെ ഉണ്ട്, പെട്ടെന്ന് പേര് ഞാൻ ഓർക്കണില്ല. അയ്യോ, ഒരു 4 ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അത് നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്.
അതൊക്കെ അടിപൊളിയാണ്. പിന്നൊരു വീഡിയോയിൽ ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി.